21ാമത്തെ വയസ്സിൽ CA CMA ACCA പഠിച്ച് ലൈഫ് സെറ്റിലാവാൻ പോകുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു ടോപ്പിക്കാണിത്. പക്ഷെ ആരും ഇതിനെപ്പറ്റി അങ്ങനെ അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് പറയാം. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ +2 കൊമേഴ്സ് എടുത്ത ഏതൊരു സ്റ്റുഡൻറ്റും എത്തിപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ഏരിയ ആണ് CA CMA ACCA. അപ്പം നമ്മൾ ഇതിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ചിലപ്പം ലൈഫ് സെറ്റിലാവും, 21ാമത്തെ വയസ്സാകുമ്പോഴേക്കും കോഴ്സ് കംപ്ലീറ്റ് ആവും, പിന്നെ നമ്മൾ ജോലിക്ക് കയറും, റിച്ച് ആവും, പൈസ കൊണ്ട് കളി ഒറ്റ ഒരു ഒപ്പിലാണ് നമ്മളെ കളികൾ. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കാൻ സാധ്യത അല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ അറിഞ്ഞിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സാവാത്തൊരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇത് തന്നെ ആവണം, വേറെ ആൾക്കാരെ പേഴ്സ്പെക്റ്റീവ് എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആരും എന്നോട് കച്ചറുണ്ടാക്കാനൊന്നും വരരുത്. ഓക്കെ, ഞാൻ ഫ്രം ദ ബിഗിനിങ് പറയാം. നമ്മൾ +2 കഴിയുന്നു, കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്ന് വരുന്നു. അപ്പം സയൻസുകാർക്കൊരു വിചാരമുണ്ട്, കൊമേഴ്സുകാർ ആയിരിക്കും ഇതിൽ കൂടുതൽ പാസ്സാവാൻ സാധ്യത. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് പഠിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ട ഒരു ടെക്നിക്ക് പിടികിട്ടിയ സയൻസ് കൊമേഴ്സ് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പം കൊമേഴ്സിനോ സയൻസിനോ ഏതൊക്കെ ഉണ്ടാവട്ടെ, +2 ഇപ്പം നല്ല മാർക്ക് വാങ്ങിയെന്ന് വെച്ചോ, അത് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ നമ്മളെടുത്ത ആ കോഴ്സ് പാസ്സാവണമെന്നില്ല. കാരണം എന്താ പറയുക, ഒരു ലക്കും കൂടി വേണം ഗൈസ്. പഠിക്കും വേണം, അതിൻ്റെ കൂടെ ലക്കും വേണം. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഉഴപ്പി, +2 ഞാൻ ഭയങ്കര ഉഴപ്പുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് CA CMA ഒന്നും എടുത്താൽ ഞാൻ പഠിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, +2 എനിക്ക് മാർക്കില്ല, പിന്നെയല്ലേ CA CMA എടുത്ത്. അങ്ങനെ വിചാരിക്കുന്നവരേക്കും ചിലപ്പം പാസ്സാവുക. അങ്ങനെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോഴ്സിലേക്ക് വരുന്ന ഏതൊരു വിദ്യാർത്ഥിനോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന സമയം കൊണ്ട് നമ്മൾ പാസ്സാവുമെന്ന് നമുക്ക് ഒരു ഗോൾ ഉണ്ടാവണം. അതൊരു ഗോളായിട്ടിരിക്കാം, പക്ഷേ നമുക്ക് പെട്ടെന്ന് പാസ്സായേ പറ്റുള്ളൂ എന്നുള്ളൊരു ഗോൾ നമ്മളെ മനസ്സിലുണ്ടാവണം. പക്ഷെ അതേ സമയം കുറച്ച് വർഷങ്ങൾ നമ്മളതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയും ആയിരിക്കണം. കാരണം ഇത് 1-2 വർഷം കൊണ്ട് തീർക്കാൻ പറ്റണമെന്നില്ല. ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് 2ആവാം, 3ആവാം, 4ആവാം, കുറേ അറ്റംപ്റ്റുകളാവാം. സോ അത് നമ്മളെ മെൻ്റലി കുറേ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഫേസ് ചെയ്യാനും നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കുറേ ഫാക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നിരിക്കും. മീൻസ് ഇത്ര ഫണ്ട് വേണ്ടി വരും, ഇത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത്ര വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അറിയുന്ന ഒരാളാണ്. അതേസമയം നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാട്ടുകാരുടെ ചോദ്യമാണ് ഗൈസ്. അതായത് പഠിച്ചു കഴിഞ്ഞില്ലേ, ജോലിക്ക് കയറാനായില്ലേ, എത്ര കൊല്ലമായില്ലേ, ജോലിക്കൊന്നും കയറാനായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും. അതുപോലെ CMA എടുക്കുന്ന ഒരു ആളോടാണെങ്കിൽ നാട്ടുകാരുടെ ചോദ്യം, മെയിനായിട്ട് വരുന്നൊരു ചോദ്യം, CMAയോ അതെന്താ, വല്ല കമ്പ്യൂട്ടറിനെ കുറിച്ചാ? അപ്പം നമ്മൾ തിരിച്ചു പറയുന്നൊരു ആൻസറാണ്, അത് നമ്മളെ CA അല്ലേ, CA പോലത്തെ ഒരു സംഭവമാണ്, സെയിം തന്നെ പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ അതല്ലേ നമ്മൾ പറയാം. പിന്നെ ഒരു മേജർ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പം CA CMAയിലൊക്കെ കയറിയ ആൾക്കാരോട് നമ്മളെ വീട്ടുകാരും കുടുംബക്കാരും നമ്മൾ പഠിക്കുന്നതും നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ അവർക്ക് കണ്ടിട്ട് അവർക്കറിയാം നമ്മൾ പഠിക്കാനിട്ടല്ല, കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് പാടുള്ള കോഴ്സാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അതേ ടൈമിൽ കുറച്ച് നാട്ടുകാർ വരും. ഇവരെന്ത് ചെയ്യുന്നറിയോ, നമ്മളെ വീട്ടുകാരോട് ചോദിക്കും, പഠിച്ചില്ലേ, ഈ കോഴ്സൊക്കെ വെറുതെ, കോഴ്സ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, പണ്ടേ ഞാൻ പറഞ്ഞല്ലേ, വേറെ എന്താ വല്ല എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറാവാനൊക്കെ വിട്ടുകൂടായിരുന്നില്ലേ. ഗൈസ്, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, മീൻസ് ഏത് കോഴ്സ് എടുത്താലും അതിന് പാടുണ്ട്. അത് ഏതൊരു ഫീൽഡാണെങ്കിലും പാടുണ്ട്, അതിൻ്റേതായ സ്ട്രഗിളിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാട് ഇതിനുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് സിമ്പിൾ, ഇത് പാട്, അങ്ങനെയല്ല. എല്ലാത്തിനും അതിൻ്റേതായ പാടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സിലേക്ക് വരുമ്പോഴും നമ്മൾ അതൊരു 100% അല്ല, അതിന് 120% അതിൻ്റെ എബവ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് റിയാലിറ്റി. നമ്മൾ ചിലപ്പോൾ CA CMA ഒക്കെ എടുത്തിട്ടുണ്ടാവും, നമ്മളെ കൂടെ പഠിച്ചവർ ചിലപ്പം വേറെ എന്തെങ്കിലും ഫീൽഡിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക.
ചിലപ്പോൾ സിമ്പിൾ ഡിഗ്രിയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം അവർ വേറെ ഒരു പൊസിഷനിൽ കയറിയിട്ടുണ്ടാവും. മെൻ്റലി നമുക്കതൊരു ഭയങ്കര വിഷമമായിരിക്കും. കാരണം നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ വേറെ ലെവൽ ജോലിക്കും അല്ലെങ്കിൽ വേറെ കോഴ്സൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആവാൻ നിൽക്കുക. നമ്മളപ്പോഴും എക്സാംസ് ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫൈനലിൽ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊരു വിഷമമാണ്. പക്ഷെ നമ്മളിതിനായിട്ട് റെഡിയായി വന്നവരല്ലേ, നമ്മളത് അച്ചീവ് ചെയ്യണം. ചിലവരത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാത്തവരുണ്ടാവും, ചിലപ്പം ബേബി ആയവരുണ്ടാവും. അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പഠിക്കാൻ. അങ്ങനെ കുറച്ച് സ്ട്രഗിളിങ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളത് തരണം ചെയ്യും ഗൈസ്. തരണം ചെയ്ത് നമ്മളിത് പാസ്സായിരിക്കും. ഡ്രോപ്പ് ചെയ്യാണ്ട് പാസ്സാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇതേ സമയം കുറച്ച് പേരെ സ്മരിക്കാൻ പോവാം ഗൈസ്. അതായത് ഞാൻ ഈ കോഴ്സൊക്കെ എടുത്ത് ഒരു പേപ്പറൊന്നും കിട്ടാണ്ട് വിഷമിച്ചിരിക്കുമ്പം ചില കുടുംബക്കാരൊക്കെ എന്നോടൊന്നും പറയും ഗൈസ്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ വേറെ നഴ്സിങ്ങിനൊക്കെ പോയാൽ മതിയെന്ന്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ സയൻസ് എടുത്താൽ മതിയെന്ന്. ചിലവരൊക്കെ പുതിയ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ട കുറേ സാധനം കൊണ്ടൊക്കെ വരും നമ്മളടുത്ത്. പഠിക്കാൻ സമയമില്ലാത്ത നമുക്ക് ഇമ്മാതിരി സാധനം കൊണ്ട് വന്നിട്ട് കാര്യമുണ്ടോ ഗൈസ്? ഇല്ല. നമ്മൾ പഠിക്കാനുള്ള മൈൻഡിലിരിക്കുന്ന നമുക്ക് വേറെ സാധനങ്ങൾ കൊണ്ട് തന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഫുള്ളി അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പറഞ്ഞല്ലേ പറ്റുള്ളൂ. നമ്മൾ ഒരാവശ്യമായി പോയല്ലോ. ഒരു മേജർ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടാന്ന് വെച്ചാൽ, നമ്മളെ കൂടെ ഫൗണ്ടേഷന് കയറിയ ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഫൈനൽ വരെ ഉണ്ടാവണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു പഠിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര കുറേ കാലം ഇങ്ങനെ ഒരേപോലെ പഠിക്കാൻ പറ്റുന്നവരുണ്ടാവില്ല. അവർ ക്യാപ്പബിലിറ്റീസൊക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ചിലപ്പം ഡ്രോപ്പ് ചെയ്ത് വേറെ കോഴ്സ് എടുക്കുന്നുണ്ടാവും, ചിലപ്പം ഡ്രോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മളെ ക്യാപ്പബിലിറ്റീസ് എത്രയാണെന്ന് നമുക്കേ അറിയുള്ളൂ. നമുക്ക് മടുത്തെങ്കിൽ നമ്മൾ നിർത്താം. നമുക്ക് മടുത്തിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് നോക്കാം, കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ കൂടെ വന്നവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണം എന്ന് ഇല്ല. ഈ പേര് കുറേ മോട്ടിവേഷനും കൊണ്ടൊക്കെ വരും. എന്താ പറയുക, എല്ലാം സാക്രിഫൈസ് ചെയ്ത് പഠിക്കാൻ റെഡി ആവണം. എന്താ പറയുക, വൺ ഡേ കിട്ടും അങ്ങനെ പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിങ്ങനെ ഒരു ഹോപ്പ് മാത്രമല്ലേ അത്? റിയാലിറ്റി പറയുകയാണെങ്കിൽ ഒരു ഹോപ്പ് മാത്രമല്ലേ? ഇപ്പം നമ്മളെ ഒരു മെൻ്റലി നമുക്ക് ഭയങ്കര വീക്കാണ്, നമുക്കിതോ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല, ഇങ്ങനെ പഠിച്ച് നമ്മളൊന്നുമല്ല, നമ്മളെ കഴിവുകളൊക്കെ പോയി എന്നൊക്കെ വിചാരിക്കുന്ന ചിലവരുണ്ടാവും. ഞാനൊക്കെ ആ ഒരു ഗണത്തിലാണ് ഗൈസ്. ഈ ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ, ഞാൻ പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു, ഞാൻ പണ്ടേ മന്ദബുദ്ധിയായിട്ടാണോ ഇനി ജനിച്ചത്, കഴിവൊന്നും ഇല്ല എനിക്ക്, ഈ കോഴ്സൊക്കെ എടുത്തിട്ട് വെറുതെ എൻ്റെ വീട്ടുകാരെ പൈസ കളഞ്ഞോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ചില സമയത്ത് പോയി മരിച്ചാലോ എന്ന് വരെ ചിന്തിക്കും നമ്മൾ. ഈ വീട്ടുകാരെ പൈസ കൊണ്ട് കളഞ്ഞതും അവർക്ക് ഹോപ്പ് കൊടുത്തതും നാട്ടുകാരെ ചോദ്യങ്ങളും ആൾക്കാരെ ഫേസ് ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ലെറ്റ്സ് എൻഡ് ദിസ് ലൈഫ് എന്ന് തോന്നും. പിന്നെ ആ ഒരു മൊമെൻ്റ് അങ്ങ് ഓവർകം ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ നമ്മൾ പിന്നെയും മോട്ടിവേറ്റഡായി പഠിക്കാൻ തുടങ്ങും. അതാണ് റിയാലിറ്റി ഗൈസ്. നമുക്ക് ഒരു ടൈമിലുള്ള മൈൻഡ് ആയിരിക്കില്ല പിന്നീട് നമുക്ക് ഉണ്ടാവാം. സോ ലെറ്റ്സ് ഓവർകം ദാറ്റ് മൊമെൻറ്റ് ആൻഡ് ഡിസൈഡ് വാട്ട് ടു ഡു, വെദർ ടു സ്റ്റഡി ഓർ വെദർ ടു സ്റ്റോപ്പ് ദിസ്. പിന്നെ ഞാൻ പറയുമ്പം നമുക്ക് ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ടല്ലോ, CA CMA ആ സമയത്ത് ആ ടൈമിൽ പോയി വെറുതെ ഇങ്ങനെ ഉഴപ്പി സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നോളജ് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കിട്ടും. നമ്മളിപ്പം നമ്മൾ ബുക്കിൽ കാണാത്തൊരു സാധനമായിരിക്കും നമ്മൾ ചിലപ്പം ഓഫീസിലൊക്കെ ചെയ്യുക. അപ്പം അത് നമുക്ക് ഭാവിയിലേക്ക് വളരെ ഉപകാരമായിരിക്കും. ഇനി ഇൻ കേസ് നമുക്ക് CA CMA ഒന്നും പാസ്സാവാൻ പറ്റിയിട്ടില്ല, നമുക്ക് ബേസിക്കായിട്ട് കിട്ടിയ ടാലിയിലത്തെ കുറച്ച് സാധനങ്ങൾ, എക്സലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇൻറ്റേൺഷിപ്സ് ഒന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലോണം പഠിച്ച് ആ ടൈമിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളതിന് തറവ് ആവണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആവും ചെയ്ത്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. അപ്പോൾ ഈ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരും ബാക്കി കാര്യങ്ങളുമായിട്ട്. അതുവരേക്കും ബൈ.